ഗുഡ് മോർണിംഗ് ഓൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പയറിനെ കുറിച്ചാണ്. നാടൻ പയർ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പയറെടുക്കുക, പയർ വിത്ത് എടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഇത്രയും വിത്തുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് നേരെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മുളയ്ക്കാനായിട്ട് ഒരു ദിവസം ഇതിലേക്ക് ഇടുക. അടുത്ത ദിവസം ചെറിയ മുള വരും, അപ്പോൾ നമ്മളെടുത്ത് നടുക. ഈ പാത്രത്തിൽ നമ്മൾ ഇട്ട് വയ്ക്കുകയാണെന്ന്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നടുന്ന വീഡിയോയൊക്കെ കാണിച്ചു തരാം. എല്ലാം ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലതല്ലാത്തതൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് പേട്ടാണ്. അപ്പോൾ മുളയ്ക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മുളയ്ക്കുന്നത് എടുത്ത് നമുക്ക് ഭാരത്തിൽ കുഴിച്ചിടാം. പയർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം 2 ദിവസം ഇട്ട് വെച്ചു. അതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയിൽ ആ പയറെടുത്ത് കെട്ടിവെക്കുക. ഇങ്ങനെ കെട്ടിവെക്കുക. ഈ പയറിട്ടുണ്ട് അത് കെട്ടിവെക്കുക നനഞ്ഞ തുണിയിൽ. ആ 2 ദിവസം പയർ വെള്ളത്തിലിട്ടതിന് ശേഷം എടുത്ത് ഇതുപോലെ തുണിയിൽ കെട്ടിവെക്കുക. ഒരു ദിവസത്തിന് ശേഷം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമ്മളുടെ പയറൊക്കെ മുളച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കാണാം, വേണ്ട ഇവിടേക്ക് നോക്കി, ഇവിടെ ഉണ്ട്, എല്ലാം മുളച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ വാരത്തിലേക്ക് നടാൻ പോവുകയാണ്. ഈ ഭാഗത്താണ് നമ്മൾ പയറിടാൻ പോകുന്നത്. ഇവിടെയും കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് 2-3 വാരം എടുത്താണ് നടുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ നേരെ ഒരു വാരം എടുക്കാൻ പോവുകയാണ്. ചെറിയ വാരം മതി. വാരം എടുത്തതിന് ശേഷം ഈ മണ്ണ് എല്ലാം നമ്മൾ കുറച്ച് കോഴിവളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ പയർ വിത്ത് നടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്തിളകി നമ്മളുടെ പയർ ചെടി പൊങ്ങി വരും. കോഴികളാണ് ഈ മണ്ണായിട്ട് ഈ വാരത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണം. എന്നിട്ട് ഇത് അടുത്ത ദിവസം നമ്മൾ പയറിട്ട് കൊടുക്കും. ഇതവിടെ മിക്സ് ചെയ്യാണ് മണ്ണായിട്ട്. നടുന്നതിന് മുമ്പായി വാരം നമ്മൾ നന്നായിട്ട് നനച്ചു. അപ്പോൾ നമ്മൾ കോഴികളൊക്കെ മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും നനച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു കോല്, ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കോല് എടുക്കുക. ഇവിടെ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക മണ്ണിൽ ചെറുതായിട്ട്. എന്നിട്ട് നമുക്കതിൽ ഈ പയർ വിത്ത് ഇട്ട് കൊടുക്കാം. കുത്തിയ ശേഷം നമ്മൾ ഇവിടെ നമ്മൾ വിത്ത് മുളച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക. ഈ രണ്ട് കുഴി തമ്മിലുള്ള അകലം 1 അടിയെങ്കിലും വേണം. കാരണം പയർ പടർന്ന് വളരുന്ന കാരണം അതിന് സ്പേസ് കിട്ടാൻ വേണ്ടി 1 അടിയെങ്കിലും അകലത്തിൽ വെച്ച് നടണം നമ്മൾ. നമ്മൾ പയറൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണിട്ട് മൂടിയാണ് പയറിടുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ഓല വെച്ച് കൊടുക്കുന്നതാണ്. ഈ ഓല വെക്കുന്നതിനുള്ള കാരണം നമ്മൾ ഈ കോഴികൾ അങ്ങനെയുള്ള പക്ഷികൾ എന്തെങ്കിലുമൊക്കെ വന്ന്
ചിക്കി ചകയാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് മുളച്ച് വരുമ്പോൾ നമ്മളിത് ഓലയൊക്കെ എടുത്ത് മാറ്റും. പയർ വിത്തൊക്കെ ഇട്ട് ഇപ്പോൾ നന്നായിട്ട് മുളച്ചു, നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം മുളച്ച് തുടങ്ങി. നമ്മൾ ഈ ഓല ഇങ്ങനെ തന്നെ വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കോഴികൾ വന്ന് ചിക്കിക്കളയും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വള്ളി ഇട്ട് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിന് ആവശ്യമായിട്ട് ഈ ഓലയൊക്കെ എടുത്ത് മാറ്റും. അപ്പോൾ അത്യാവശ്യം വളമൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്ന കാരണം നമുക്കിപ്പോൾ തുടക്കം തന്നെ വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പയർ കിട്ടാനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു 5-6 വാരം ഇങ്ങനെ നട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ഒരു 5-6 വാരം നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ എല്ലാം നട്ടുണ്ട്, എല്ലാ സ്ഥലത്തും മുളച്ചുണ്ട് കാണാം. മുളച്ച് നിൽക്കുന്നതാണ്. ഇവിടെയൊക്കെ മുളച്ചു. ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് നട്ടത്. അവിടെയും മുളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ നനച്ചു കൊടുക്കണം. മുള വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഇപ്പോൾ വേനലായിരുന്നു, നന്നായിട്ട് നനയില്ലെങ്കിൽ പെട്ടെന്ന് മുളച്ച് കയറി വരില്ല. പയറിൻ്റെ എല്ലാം ഇപ്പോൾ വീഡിയോ മുളപ്പിക്കുന്നു തുടങ്ങി, മുളച്ച് വരുന്നത് വരെ എടുത്തിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസ് നമ്മളുടെ ഇതിൻ്റെ തുടർന്നുള്ള വളപ്രയോഗങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വേറെ വീഡിയോ ആയി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.